അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറാ. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഗ്രൂപ്പിൽ ചർച്ച കുറേ ആൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ ക്ലിപ്പെല്ലാം ഡിലേറ്റ് അതിന് എന്തെങ്കിലും ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഞാൻ, ഇൻഷാ അള്ളാ. ഇവരൊരു മുനാഫിക്കിൻ്റെ പണി, മുനാഫിക്ക് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്, എന്നാലും പറഞ്ഞേ പറ്റൂ. എല്ലാവരും അറിഞ്ഞ ഒരു സംഭവം ഇത്, വാസ്തവം. അപ്പോൾ ഈ മുനാഫിക്കുകളെ പറ്റിയിട്ട് ഒരു സഹായവുമില്ല. അപ്പോൾ അള്ളാഹു സഹായി, ഔലിയാക്കന്മാർ സഹായി, റസൂലുള്ള സഹായി എന്നാണ് വിഷയത്തിൽ ചർച്ച നമ്മളത്. അപ്പോൾ ഈ നിഫാക്ക് ആരാണ്, മുനാഫിക്കുകളുടെ പണിയെടുക്കുന്നതെന്ന് ഇപ്പോൾ ഈ ക്ലിപ്പ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നൽ മുനാഫിക്കീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറാ. കപടന്മാർ, മുനാഫിക്കുകൾ നരകത്തിലെ ഏറ്റവും താഴെത്തട്ടിലാണ് അവർ. അവർക്ക് ഒരു സഹായിയെയും നബിക്ക് ആർക്കും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ റസൂലിനല്ലേ ഇറങ്ങുന്നത്. ഒരിക്കലും താങ്കൾക്ക് ഒരു സഹായിയും, അള്ളാഹു മാത്രം അവിടെ ആധിപത്യം അവൻ്റെ കയ്യിൽ. മനസ്സിലായില്ല? അതുകൊണ്ട് ഇനി വിഷയത്തിലേക്ക് വരുന്നത് ഇതാ. ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയിട്ട് ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മുസ്ലിയാരതെന്ന് തോന്നുന്നുണ്ട്. എനിക്കൊരു ബലമായ സംശയം. എൻ്റെ എല്ലാ ക്ലിപ്പും ഡിലേറ്റ് ആക്കിയിട്ട് അവസാനം നിക്കക്കള്ളിയില്ലാണ്ട് മഞ്ഞപ്പെട്ടി തകണ്ട. എത്ര ഒരു ഗ്രൂപ്പിൻ്റെ നിയമം നോക്ക് സഹോദരങ്ങളെ. ഈ സമസ്തക്കാരെ ഒരു 10-20 വർഷം നാട്ടുകാർ പഠിപ്പിച്ച് വിട്ട മുസ്ലിയാർ, അതുപോലെ ഈ മുസ്ലിയാർക്ക് 10-60 മുതല്ലിമുകളുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന ഈ മുസ്ലിയാരെ അനുയായികൾ, ഇയാൾ ശരിക്കും ഉണ്ടെങ്കിലുണ്ടല്ലോ ഇയാളെ ഈ ആയത്ത് ഓതന് കാരണം എന്താ അറിയോ? ഈ രണ്ടാളും കൂട്ടിയിട്ട് ചെയ്ത സംഭവം. അല്ലെങ്കിൽ ഒരിക്കലും ഒരു മിനിറ്റ് പോലും ഒരു പണ്ഡിതനാണെങ്കിൽ ഈ കച്ചറ ഗ്രൂപ്പിൽ നിൽക്കൂല ഒരിക്കലും. എന്തുകൊണ്ട്? അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ചെറിയ ചെറിയ ക്ലിപ്പ് വിട്. ഞാനതിനെ പിന്നെ അവസാനം പോവും. ഞാൻ നിസ്കരിക്കാൻ പോകുമല്ലോ, നിസ്കരിക്കാൻ പോകുമ്പോൾക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾക്ക് ഞാൻ വലിയ ക്ലിപ്പ് വിടുമെന്ന് കണ്ട. എന്നിട്ട് നോക്ക്, കണ്ട ഇപ്പം ഇയാൾ വിട്ട ക്ലിപ്പ് കേക്കി. മൂസവായിന്റെ വിഷയം എന്താ? 55-ാമത്തെ ആയത്തിൽ ഞാൻ ഇസ്തിഗാസക്ക് തെളിവായിട്ട് മാഇദ സൂറത്തിൽ വലിയക്കും ചൊല്ലുമ്പോൾ അല്ല ചൊല്ലിയേ, അല്ല വലിയ അല്ലെങ്കിൽ നിങ്ങളെ സഹായം ചൊല്ലി തന്ന അതിന്റെ വിശദീകരണമായിട്ടിരിക്കുന്നത്. അല്ല ഒലിയും ചെല്ലത് നിങ്ങളെ സഹായിയല്ല. പോയിന്റ് മനസ്സിലാക്കി. അള്ളാഹു സഹായിയല്ല അത്ര. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ മുസ്ലിയാക്കന്മാർ യഹൂദികളെ അച്ചാരം വാങ്ങിയിട്ട് വന്നവരാണോ അല്ലേ എന്ന് സമസ്ത സാധാരണക്കാർ നിങ്ങൾ മനസ്സിലാക്കി. അവിടെ ഒലി എന്ന് പറഞ്ഞാൽ അള്ളാഹു സഹായിയല്ല അത്ര. കേട്ടോളൂ. സഹായിയാണ് എന്ന വിശദീകരണം ഞാൻ ഇട്ട്. അപ്പം ഞാൻ ചെക്കിട്ട് കുടുങ്ങി. സഹായിയാണെന്ന് റാസിന്റെ ഇബാറത്ത് ഇട്ടു, ഞാൻ കുടുങ്ങിയത്ര. അല്ല സഹായിയല്ല. അല്ല പറഞ്ഞത് ഇവർക്ക് തൃപ്തിയല്ല. ഇമാം റാസി പറഞ്ഞു സഹായി, ഇതിനെ ഞാൻ സമ്മതിക്കണം. കണ്ട, അല്ല സഹായിയല്ല അത്ര. നിങ്ങൾ അങ്ങനെ ഓതിട്ട് അത് ഇസ്തിഗാസ ചെല്ലിnga 56-ാമത്തെ ആയത്ത് കൊണ്ട് ഞാൻ ഇസ്തിഗാസത്തെ പൊളിച്ചിട്ട് അഡ്രസ് പൊളിച്ചിട്ട് നടത്തുവാൻ. അപ്പൊ ഞാൻ കേട്ട് എന്റെ അഡ്രസ് പൊളിക്കണോ എന്ന് ഞാൻ വെറുതെ ബൊബ്ബിടുന്നേ. കണ്ടല്ലേ, എന്തിന് വെറുതെ ബൊബ്ബിടുന്ന? ഞാൻ അഡ്രസ്സ് പൊളിക്കണം. എങ്ങനെ അഡ്രസ്സ് പൊളിക്കണമെന്നല്ലേ? അഡ്രസ്സ് പൊളിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ ഈ ദുർവ്യാഖ്യാനത്തിന് ഞാൻ പൊളിച്ചിട്ട് കയ്യിൽ തരും. അത് ഇന്നും ഖിയാമെന്ന എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മരണം വരെ ഇൻഷാ അല്ലാ ഈ സൂറത്ത് മാഇദയിലെ 155-ാമത്തെ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലു എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം റാസി റഹിമഹുല്ല നിങ്ങൾ മഞ്ഞപ്പെട്ടിയുടെ മാർക്കാക്കിയിട്ട് കൊടുത്തതിൻ്റെ തഫ്സീർ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടാനുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നിർവന്തലക്ക് കൊട്ടുന്ന താഴത്തിൻ്റെ തഫ്സീർ കൊണ്ടുവന്നിട്ട് കൊട്ടുക എന്ന് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഏറ്റെടുത്തു. വെല്ലുവിളി ഏറ്റെടുക്കാൻ തൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങളല്ല, നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ വേറെ മുസ്ലിയാക്കന്മാരെ കൊണ്ടുതരും. നിങ്ങളെ ഉസ്താദ് ആര്? തോക്കയാ പേരോട് ആരെ കൊണ്ടുവന്നാലും പ്രശ്നം. ഈ ആയത്ത് നമ്മളെ ചർച്ച സൂറത്ത് മാഇദയിലെ 55 ആയത്തിൻ്റെ തഫ്സീറിൽ നിങ്ങൾ ഇമാം റാസി റഹിമഹുല്ല ഇവിടെ ഇസ്തിഗാസക്ക് തെളിവായിട്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടാനുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് 56-ാമത്തെ ആയത്തിൻ്റെ ഉമയ്യത വല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം റാസി റഹിമഹുല്ല നിങ്ങളെ നിർവൻ തലക്ക് കൊട്ടിയ കൂട്ടിനെ കൊണ്ട് തരുന്നു. ഇപ്പോഴും പറയുന്നു, എന്നും പറയും, ഇൻഷാ അല്ലാ പറയും. ചോദ്യം ഉത്തരായിട്ട് അന്ന് ഇല്ലാത്ത സമസ്തക്കാർക്ക്, ഇന്നുള്ള സമസ്തക്കാർക്ക് അള്ളാഹു കൊടുത്ത കറാമത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇമാം റാസി റഹിമഹുല്ല അതുപോലെ ചോദ്യ ഉത്തരായിട്ട് ഇമാം റാസി റഹിമഹുല്ല കൊടുത്തത്, നിങ്ങൾ നിർവന്തലക്ക് കൊടുത്തത് ഞാൻ തെളിയിക്കും. എപ്പോൾ അറിയോ? ഈ ആയത്തിൽ ഇസ്തിഗാസ ഉണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാലാണ് എന്നെ കണ്ടനുണ്ടാന്ന്. അതിനെ ഗണ്ണിക്കണമെങ്കിൽ ഈ ആയത്തിൽ ഇസ്തിഗാസ തെളിയിക്കണം. ഇല്ലാതെ
എന്ത് പൊട്ടന്മാരാ നിങ്ങൾ? ലോക പൊട്ടന്മാർ മൂലന്മാരെ പോലെ ആരെങ്കിലും ഉണ്ടോ? അത് തെളിയിക്ക്, ആദ്യം ആണ് മക്കളായിട്ട് തെളിയിക്ക്. എന്റെ അഡ്രസ് ഒന്നും ഇല്ലാതായപ്പെടുത്തിയതല്ലേ പിന്നെ ചർച്ച കൊണ്ട അതുകൊണ്ട് പൊളിക്കുന്നില്ലേ ഈ കിതാബ് കയ്യിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോ ഈ ചങ്ങായി കിതാബ് ഇല്ലാതെ ആരോ ഒന്ന് കണ്ട, ആരോ ഒന്ന് പറഞ്ഞത് ഞാൻ കിതാബില്ലാണ്ട് പറയുന്ന ഇയാൾ കിതാബ് കയ്യിൽ പിടിച്ചിട്ട് ഒരു മഞ്ഞപ്പെട്ടി 1000 പ്രാവശ്യം ഇയാൾ റിപ്പീറ്റ് ചെയ്തു. ഇയാൾ അഡ്മിനുക്കും ഇയാൾക്കും അഡ്ജസ്റ്റ്മെന്റ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറാ. ഈ നിഫാക്കുള്ള മനസ്സിൽ വെച്ച് നടക്കുന്ന മുനാഫിക്കുകൾക്ക് ഒരു സഹായം പരലോകത്ത് ഇല്ല, ഏറ്റവും നരകത്തിൻ്റെ അടിത്തട്ടിലാണെന്ന് സൂറത്തുൻ നിസായിലെ 145-ാമത്തെ ആയത്തിൽ. അതിൻ്റെ തഫ്സീർ വേണമെങ്കിൽ എടുത്തു നോക്ക് മുസ്ലിയാരേ, കേട്ടോ. വാറോല ചെല്ലുമ്പോ വ്യത്യാസമില്ലേ? ഈ റാസിമാമിന്റെ 37 ജ്യൂസ് എന്റെ കയ്യിലുണ്ട്. അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഏകദേശം എല്ലാ കണ്ട 32 37 ജ്യൂസിലേക്ക് എത്തിപ്പ. ഈ മുസ്ലിയാക്കന്മാരെ രാവിലെ വിട്ട ക്ലിപ്പ് 32 ഇപ്പത്ത് 37ലേക്ക് എത്തി വാല്യം. ഇമാം റാസി റഹ്മത്തുള്ളാഹിന്റെ തഫ്സീർ 37 വാല്യമിലേക്ക് എത്തി. അത് ഞാൻ എത്രല്ലെന്ന് ഞാൻ പറഞ്ഞു തരുവ, ജനങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിച്ചാൽ. അഹങ്കാരമായിട്ട് നിങ്ങൾ കൂട്ടിക്കോ, എന്ത് വേണമെങ്കിൽ വെച്ചോ. നിങ്ങൾ ആരും ഇവിടെ വിശ്വസിക്കുക. ഇവിടെ എൻ്റെ PM വന്നിട്ട് മുനാഫിക്കിൻ്റെ പണിയെടുത്ത ആളുണ്ട്, ഞാൻ സ്ക്രീൻ ഷോട്ടെല്ലാം എടുത്ത് വെച്ചിന്, ഞാൻ തെളിയിക്കും. ഞങ്ങളാളായിട്ട് നിങ്ങളെ ഖുറാഫി വന്നിട്ട് അവിടെ വന്നതുണ്ട്. ഞാൻ നോക്കിയിട്ടായി അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ്. ആ മുത്തഹാലാക്കിയത് നിങ്ങൾ മുത്തഹാലാക്കിയതിൻ്റെ എവിടെ ഉണ്ട് അതിൻ്റെ തെളിവ്? നിങ്ങൾ പഠിച്ചതിൻ്റെ അതിനെ കൊണ്ടുവന്നിട്ട് പബ്ലിക്കിന് കൊടുക്കാനല്ലേ ഉള്ളത്, നിങ്ങൾക്ക് പൂർത്തി വെക്കാനുള്ളതാ. എന്തുകൊണ്ട് കൊടുക്കാത്ത മുസ്ലിയാരെ? കൊടുക്ക്. എന്നാലും ഈ എൻ്റെ അടുത്ത് തന്നെ ഇവന്റെ ഓരോ പോക്ക്, അത് ഇങ്ങനത്തെ ഒരു ചർച്ച ഞാൻ ഇങ്ങനത്തെ കിതാബിലുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഇവൻ്റെ ഒരു പോക്ക്, അഹങ്കാരം കണ്ട. നമ്മളെ തങ്ങ പ്രശംസിച്ചത്ര, നിന്നെ പോലത്തെ ഒരു മഹാനില്ല, നീയാണ് ഹോജ, അരി കേച്ചു സൂരി, വലിയൊരു സ്വത്ത് മുതൽ കിട്ടിയെന്ന അരി കാജൂറിൻ്റെ ഒരു കേരളത്തിൽ നിന്ന് വന്ന ഒരു വലസികം തങ്ങ പറഞ്ഞത്ര, കേട്ടോ. മനസ്സിലാവല്ലോ, ഒരു ഇബാറത്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മനസ്സിലാവും ഇത് ഖുർത്തുബിയാണോ, ഇവിടെ കത്തീറാണോ, റാസിയാണോ, അല്ല തൊബരിയാണോ, ദുറുൽ മൻസൂറാണോ, ഞങ്ങൾ ചർച്ച ഞങ്ങൾ അസഫിയാണോ, അല്ല ബൈലാവിയാണോ, ഞങ്ങളെ ചിന്തിച്ചിട്ട് ഞങ്ങൾ പല ഓടിയിട്ടാണുണ്ട്. ഇങ്ങനെ ഓടിക്കുന്ന ഞങ്ങളെ കുറിച്ചിട്ടല്ല ഇവിടെ കണ്ട. അഹങ്കാരി കണ്ട, അഹങ്കാരി 100 പ്രാവശ്യം പറഞ്ഞാലും കുറവാണ്. ഫറോവൻ്റെ അതേ അഹങ്കാരം ഈ ചങ്ങായി കൊണ്ടു. കണ്ടോ അഹങ്കാരം. എത്ര താഴ്മ വേണം. പഠിക്കണമെങ്കിൽ എൽമ് നാഫിയാണെങ്കിൽ എന്തറിയോ, എന്നും പ്രാർത്ഥിച്ചോളൂന്ന. നാഫിയ എൽമിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നിരന്തരമായിട്ട് രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥന എന്താ? ഇൽമൻ നാഫിയ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല എന്നുള്ള പ്രാർത്ഥന അള്ളാഹിൻ്റെ റസൂൽ പറയും. എന്നിട്ട് ഈ മുസ്ലിയാർ പറയുന്നത് കേട്ട അഹങ്കാരം. ഞാൻ വിളിക്കും ആരി ABCD അറിയാത്ത അഥവാ LKG പോലും പോവാത്ത അങ്കണവാടിക്ക് പോലും കാലം വെക്കാത്ത മൂസാക്കിന്റെ ഞങ്ങളടുത്ത് ചെല്ലിക്കാതെ വിശ്വസിക്കാൻ കഴിയോ? ആ ചങ്ങായിട്ട് ചേരന്മാർക്ക് വിശ്വസിക്കാത്രേ ഉള്ളൂ. അപ്പം അങ്കണവാടിക്കും പോവാത്ത ABCD അറിയാത്ത മൂസ, ഈ ABCD അറിയാത്ത അങ്കണവാടിക്ക് പോവാത്ത ഒരു ജ്ഞാനം ഇല്ലാത്ത നിങ്ങളെ ഭാഷയിൽ യൂട്യൂബിൽ കൊട്ടിഘോഷിക്കുന്ന ജാഹിൽ മുറക്കവായ മൂസക്ക് പേടിച്ചിട്ട് എന്തിനാണ് ഗ്രൂപ്പ് ലോക്കാക്കുന്നത്? എന്തിനാണ് എൻ്റെ ക്ലിപ്പ് ഡിലേറ്റ് ആക്കുന്നത്? എന്താണ് നിഫാക്കിൻ്റെ പണി എന്തിനെടുക്കുന്നത് മുസ്ലിയാരെ? അതുകൊണ്ട് ഈ ചർച്ച അത് തീർക്കണം, ഞങ്ങൾ തീർക്കണം, ഒന്നിരിക്കണം. ഈ പറഞ്ഞത് തെറ്റാണ്. ചർച്ച തീർക്കണത്രേ. തീർക്കാനായിട്ടില്ല. നിങ്ങൾ എൻ്റെ ആയുസുള്ളത് വരെ ഈ ചർച്ച തീരൂല. നിങ്ങൾ ഏതുവരെ ഇമാം റാസിൻ്റെ ഇബാറത്ത് സൂറത്ത് മാഇദയിൽ 55 മരിച്ച മയ്യത്തിനോട് തേടാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തേടാൻ തെളിവുണ്ട് എന്ന് നിങ്ങൾ പിന്നെ ഇവിടെ തെളിയിക്കുന്നത് വരെ ഈ ചർച്ച നിർത്താനായിട്ടില്ല. ഞാൻ പറഞ്ഞ തെറ്റാണെന്ന്. അന്നിപ്പോ പുതിയതൊന്നുമല്ല, മൂസക്കിന് ഇങ്ങനെ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഞാൻ പിടികൂടി ആയപ്പോ അതിലില്ല, അങ്ങനെ ചെല്ലി. ഏതത്? അതിവിടെ കൊണ്ടുവന്ന് തെളിക്ക്. മെർക്കാത്തിലില്ല പിടികൂടിയത് അതൊന്നും തെളിക്കും മുസ്ലിയാരെ. എങ്ങനെ ചെല്ലിട്ടില്ല? ഇപ്പോഴും ചെല്ലണ മൈലാരെ. അങ്ങനെ ചെല്ലിയതുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. ഇപ്പോഴും ചെല്ലിയിട്ടില്ല ഒന്നൊരിക്കൽ. ഞാൻ ഇപ്പോഴും ചെല്ലണ ഇമാം റാസി റഹിമഹുല്ല സൂറത്ത് മാഇദയിൽ 55-ാമത്തെ ആയത്തിൽ മരിച്ച മയ്യത്തിൻ്റെ അടുത്ത് തേടാൻ ചെല്ലിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഏളലില്ല മുസ്ലിയാരെ, ഇല്ല, ഒരു വാക്ക് പോലും ഇല്ല. ഉണ്ടെങ്കിലാണ് മോനായിട്ട് എല്ലാ നിങ്ങളെ പട്ടാളം മുസ്ലിയാക്കന്മാർ വരും വെല്ലുവിളിക്കുന്നത്. തെളിയിക്ക്. എന്നിനി പിൻവലിച്ചിട്ട് നിങ്ങൾ കൈയിട്ട് പോയിട്ട് ആളെ പറ്റിച്ച് ജീവിക്കാന്നാ? അതിന് ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങളെ ആക്രമിച്ചത് ഉണ്ടല്ലോ, ചില്ലരൊന്നുമല്ല, വർഷങ്ങളായി ഞങ്ങളെ ആക്രമിക്കുന്നത്. പക്ഷേ ഈ തഫ്സീറിൽ ഉണ്ട് എന്ന് പച്ചക്കള്ളം തട്ടിവിട്ട സുഹരിൻ്റെ അനുയായികൾ ഒരുപാട് ആൾക്കാർ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്.
എനിക്ക് പ്രശ്നമല്ലല്ല. അള്ളാഹുവിൽ വിശ്വസിച്ച് ഞാൻ എൻ്റെ പി എമ്മിൽ വരുന്നുണ്ട്, നാടക മുനാഫിക്കിൻ്റെ പണിയെടുക്കുന്നുണ്ട്. കേട്ടോളൂ. ഇനി ഇത് മനുഷ്യന്മാരോട് 500-600 ആൾ കാത് കൊടുക്കുമ്പോൾ 600 അല്ല 5000 ആൾ കാത് കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും എത്ര ഗ്രൂപ്പിൽ ഫാർവേഡാന്ന് എൻ്റെതും നിങ്ങളതും ക്ലിപ്പ് എല്ലാം ഫാർവേഡായിട്ട് ജനങ്ങളെല്ലാം നിങ്ങളെ ആൾക്കാർ ആലകിട്ടുള്ള മനസ്സിലായ ഈ വാട്സപ്പ് രംഗത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ എളിയ പ്രവർത്തകർ, എളിയ സഹോദരന്മാർ, സാധാരണക്കാർ പ്രബോധനം ചെയ്തിട്ട് നിങ്ങളെ പട്ടാള മാഷാ അല്ലാഹ് നിങ്ങളെ ഈ PDC കോഴ്സ് എല്ലാം ആക്കിയ ആൾക്കാർ ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എത്ര പള്ളികൾ, എത്ര മദ്രസകൾ, എത്ര മുതാലിമ്യങ്ങൾ, എത്ര ആലിമ്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മംഗലാപുരം പ്രദേശത്ത് വാർത്തെഴുത്താൻ കഴിഞ്ഞു. ഒരൊറ്റ പള്ളിയില്ലാതെ ഞങ്ങൾ വിഷമിച്ച ഒരു കാലം ഉണ്ടായി. ഇന്ന് ഒരു ഏരിയയിൽ 8-9 പള്ളി. അള്ളാഹു അക്ബർ. ചുറ്റുപാടിൽ സലഫികളെ പള്ളി, മദ്രസകൾ. അള്ളാഹു അക്ബർ. എല്ലാ സമയത്തും വിലയില്ലേ? ഇത് ഓരോ പോലത്തെ എല്ലാവരും അന്ധഭക്തന്മാരാ. 600 ആളോ അന്ധഭക്തന്മാരാ? 600 ആളല്ല, മുസ്ലിയാക്കന്മാരും മുസ്ലിയാക്കന്മാരെ താങ്ങി നടക്കുന്ന അന്ധഭക്തന്മാർ, ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനെ പോലത്തെ അന്ധഭക്തന്മാർ. എനിക്കൊരു ഭക്തനും ഇല്ല. ഭക്തനുണ്ടെങ്കിൽ പുല്ല് വില ഞാൻ കൽപ്പിക്കും. ഒരു അന്ധഭക്തനും സലഫികൾക്കില്ല. സലഫികൾ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാ തെളിയിക്ക് ഖുർആൻ, എവിടെയാ ഹദീസിലുള്ളത്? എത്ര ബല പണ്ഡിതനാണെങ്കിലും ചോദിക്കും. നിങ്ങൾ അങ്ങനല്ല. ദൈവമാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും ചങ്കൂറ്റുണ്ടായില്ല. ഒരു പാവപ്പെട്ട മാനസിക രോഗി CM മടവൂർ പടച്ചോനാണെന്ന് നിങ്ങൾ ഉസ്താദ് പറഞ്ഞപ്പോൾ അതിനെ ന്യായീകരിച്ച കോമ നിങ്ങൾ. അന്ധഭക്തന്മാരോട് 50 ആൾ നിൽക്കും. ബാക്കി 550 ആൾക്ക് സമയത്തിന് വിലയില്ലേ? അവർ നിന്റെ ഈ മൂസാക്കിനെ അപ്പോൾ ഭൂരിപക്ഷമുള്ള 50 ആൾ മുസ്ലിം യഥാർത്ഥ വിശ്വാസികളും 500 ആൾ അപ്പം അവിശ്വാസികൾ എങ്ങനെ? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടെന്ന ഇയാളെ ഇത് ഒമായുമിൻ അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. അത് ഖുർആൻ സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. അത് സമ്മതിച്ചു. അള്ളാഹുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് മുശ്രിക്കാവുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കാത്തത് നിങ്ങളെ AP പറഞ്ഞു. ഒമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള. ഇത്ര കാലം പേരോട് പ്രസംഗിച്ച് നടന്നതില്ല. മക്ക മുശ്രിക്കുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസം. പേരോടിൻ്റെ നെറുവന്തലയ്ക്ക് AP കൊട്ടി, APൻ്റെ നെറുവന്തലയ്ക്ക് പേരോട് കൊട്ടി. അതാണ് നിങ്ങളെ അവസ്ഥ, നിങ്ങളെ ഗതികേട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ് ഈ ഷിർക്ക് ചെയ്യുന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവരെ പറ്റിയിട്ട് ഖുർആനിലല്ല പറഞ്ഞ് ആകാശത്ത് നിറഞ്ഞവനെ പോലെ. ഒന്നെങ്കിൽ പക്ഷികൾ രാഞ്ചും, അല്ലെങ്കിൽ എവിടെ പോവും? കാറ്റിലെവിടെയോ പോയിട്ട് പറന്നിട്ട് പീസായിട്ട് പോവും. നല്ല ഖുർആനിൽ പറഞ്ഞ ഒരു ഉപമകൾ. എത്ര ആയത്ത് വേണു? ഇനി അങ്കബൂത്ത് 8 കാലിയുടെ വലയിൽ കുടുങ്ങിയവനെ പോലെ ഷിർക്ക് ചെയ്യുന്നവൻ. അങ്ങനെയാണ് നിങ്ങളെ അവസ്ഥ ഇപ്പോൾ. കണ്ടിട്ടുള്ളത് എന്നെ കണ്ടിട്ടുള്ളതാ. ഈ അന്ധഭക്തന്മാർ മൂസാക്കിനെ കണ്ടിട്ടുള്ളത് വെറുതെ ലൈക്ക് അടിക്കാൻ മാത്രം. അള്ളാഹു ഒരുവനാണ്. ലൈക്ക് അള്ളാഹ് കുണ്ടിയുണ്ടോ? ലൈക്ക് അള്ളാഹ് 2 വലത്തെ കൈയുണ്ടോ? ലൈക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ഒരുവനാണെന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് അടിച്ചത്രേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ. ഡാസ് എന്ന് പറഞ്ഞു കുഫറിൻ്റെ വാക്ക് പറഞ്ഞു. കുഫറിലാണ് ഈ മുസ്ലിയാർ. തൗബ ചെയ്തിട്ട് അള്ളാഹുവിനോട് മനം നൊന്ത് പ്രാർത്ഥിച്ചിട്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക് തോക്കയും നിങ്ങളും ഈ അള്ളാഹിനെ പരിഹസിക്കുന്ന നിങ്ങൾ ഒരു ലെവലേശം ഈമാനുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞെങ്കിൽ ലജ്ജ എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ അവസാനത്തെ ഒരു ഭാഗം പോലും ഇല്ല എന്ന് നിങ്ങളെക്കൊണ്ട് അള്ളാഹു ഞങ്ങളെ തെളിയിപ്പിച്ചു. നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് തന്നതിന് റബ്ബിന് സ്തുതി. നിങ്ങൾ ലജ്ജയില്ല, ഈമാൻ ലെവലേശയില്ല. അള്ളാഹുവിനെ പ്രശംസിച്ചപ്പോൾ ലൈക്ക് അടിച്ചപ്പോൾ പോലും ഞാൻ ഓതിയ ഖുർആന് നിൻ്റെ രാമായണം ഓതി, നീ ഭജനം പറഞ്ഞു എന്ന് പറഞ്ഞ ഈ സുഹരി മുസ്ലിയാർ. ഞങ്ങൾ വിഗ്രഹത്തെ വെച്ച് പൂജിക്കുന്നവർ അത്ര. ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, എൻ്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കുന്ന ബിംബമാക്കല്ലേ. ബിംബത്തോട് ചെയ്യുന്ന പണി ചെയ്യുന്ന സമസ്ത മുസ്ലിയാക്കന്മാർ സിയാറത്ത് ടൂർ സംഘടിപ്പിച്ചിട്ട് ആളെ പറ്റിച്ചിട്ട് കൊണ്ടുപോകുന്ന ബിംബാരാധനക്ക് തുല്യം എന്ന് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച നിങ്ങളെ മറച്ചു വെക്കാൻ കള്ളം കട്ടിട്ട് പബ്ലിക്കിലോടിയിട്ട് കള്ളനെ പിടിക്കൂ എന്ന് പറഞ്ഞ അവസ്ഥയാണ് സുഹരിൻ്റെ അവസ്ഥ. ഇത് അവലോകനമല്ല, അവലോകനം അടുത്ത് വരുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. അവനല്ലാതെ ഒരു ഇലാഹില്ല, അവൻ സർവ്വതും എന്ന് പറഞ്ഞാൽ സലഫികൾ ലൈക്കടിക്കുന്നു. ഈ മനുഷ്യൻ മുസ്ലിമാണോ, യഹൂദിയാണോ, യഹൂദിൻ്റെ ചാരനാണോ, അല്ല ഈ പറഞ്ഞ സൂറത്ത് നിസായിൽ 145-ാമത്തെ ആയത്തിൻ്റെ ഉടമയാണോ എന്ന് സാധാരണക്കാർ ചിന്തിച്ചാൽ മതി. കണ്ട, അവൻ്റെതാണ് സർവാധികാരവും, അവനാണ് ആധിപത്യം.
ഞാൻ എത്രയെത്ര ആയത്തോതി, എന്നിട്ട് ഈ ആയത്തിന് ഇയാൾ ഭജനം എന്ന് പറഞ്ഞ് കൊല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സൂറത്ത് തൗബന്റെ 59 ആയത്ത്, 9-51. അള്ളാഹുവിനോട് വരമേൽപ്പിക്ക്. യഥാർത്ഥ വിശ്വാസിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് അള്ളാഹ് പറഞ്ഞു. ഹദീസിൽ പറഞ്ഞു, നിങ്ങൾ തേടുകയാണെങ്കിൽ പൊന്നു മോനെ അള്ളാഹുവിനോട് തേടൂ, അള്ളാഹുവിനോട് തേടൂ, അള്ളാഹുവിനോട്. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. സൂറത്ത് ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിലെ 107 പറഞ്ഞു. എത്ര ആയത്ത് പറഞ്ഞു. ആ സഹായി പോരാ, മരിച്ച മയ്യത്ത് സഹായി വേണു ഞങ്ങൾക്ക് എന്ന് ഈ കടും പിടുത്തം വാശി പിടിക്കുന്ന സത്യത്തിനെ നിഷേധിക്കുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ ഒരു ദിവസം വരാനുണ്ട് പരലോകം നരകമെന്ന ഒരു ശിക്ഷ എന്ന് നിങ്ങൾ കരുതിക്കോളൂ. പാതിരാത്രി മേൽക്ക് പോട്ടത് യൂറോപ്പിന്റെ ടൈം ഇങ്ങനത്തെ ടൈം ഒന്നില്ല. എപ്പോ വരുന്നത് വല്ലാതെ ഇങ്ങനത്തെ പൊട്ടന്മാർ, ഇങ്ങനത്തെ അന്ധഭക്തന്മാർ ഞങ്ങൾക്കൊന്നും ഉണ്ടാകും. അപ്പോൾ ഏതായിട്ടും ക്ലിപ്പ് നീളും, ഒരുപാട് വിശദീകരിക്കാൻ അവലോകനവുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരും. അള്ളാഹുവെ ഇത്തരം മുസ്ലിയാക്കന്മാരെ ഫിത്നയിൽ നിന്ന് പാവങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് നിങ്ങൾ സുജൂദിലും എവിടെ പിന്നെ ഏത് സമയത്തും നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന സഹോദരനാണെങ്കിൽ ചിലക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് നിസ്കരിച്ചിട്ട് സുജൂദിൽ ഇത്തരം ആളുകൾക്ക് ഹിദായത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. നമ്മളെ കുടുംബങ്ങൾ, നമ്മളെ പാവപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ ഉമ്മപ്പങ്ങന്മാർ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഇത്തരം ഫിത്നയിൽപ്പെട്ടിട്ട്. അള്ളാഹുവെ ഈ മുസ്ലിയാക്കന്മാർക്ക് ഹിദായത്ത് കൊടുക്ക്, ഇവരെ ഈ അന്ധഭക്തന്മാർക്ക് അള്ളാഹു തൗഫീക്ക് കൊടുക്ക്, ഹിദായത്ത് കൊടുക്ക്, പഠിക്കാനുള്ളൊരു സന്മനസ് കൊടുക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 8 ദിവസം ഈ മുസ്ലിയാരോട് എനിക്ക് സംവദിക്കാൻ കഴിഞ്ഞ, എന്നെ ഇത്രയും ശക്തി തന്ന, ഇത്ര സംസാരിക്കാനുള്ള കഴിവ് തന്ന റബ്ബിന് ഒരു 1000 അൽഹംദുലില്ലാ, ശുക്രൻ യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.